നമുക്കെല്ലാം അറിയുന്നത് പോലെ മുസ്ലിം ലോകം പരിശുദ്ധമായ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് ലോകത്ത് ഹാജിമാരെല്ലാവരും അവരുടെ നാടുകളിലേക്കും വീടുകളിലേക്കൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത് ഹിജറ കലണ്ടറിലെ അവസാനത്തെ മാസം. ഡിസംബർ എന്ന് സാധാരണ ഇംഗ്ലീഷ് കലണ്ടറിൽ ഡിസംബർ മാസം കഴിയുന്നതോടെയാണ് ഒരു വർഷം കഴിയുക. എന്നതുപോലെ ദുൽഹിജ്ജ മാസം കഴിയുന്നതോടെ ആ വർഷം അങ്ങോട്ട് കഴിയുക. ഇതിപ്പോ ഹിജറ 1447 ഹിജറ വർഷം. അതിൽ ദുൽഹിജ്ജ 26, 27 ഈ 3-4 ദിവസം കഴിഞ്ഞാൽ ഈ ഹിജറ വർഷം അവസാനിക്കുക. ഹജ്ജ് കഴിഞ്ഞ് അറഫ കഴിഞ്ഞ് ലോകത്ത് ഹജ്ജ് കഴിഞ്ഞ് പിരിയുന്നതോടെ ആ വർഷം അവസാനിക്കുക. അതാണ് ഇസ്ലാമിന്റെ ആ ഹജ്ജിന്റെ കൺസെപ്റ്റ്. മുഹറം മാസം പുതിയൊരു വർഷം ആരംഭിക്കുക. ഇപ്പൊ ഹജ്ജ് എന്ന് പറയുന്നത് മുസ്ലിം ലോകത്തിന്റെ ഉമ്മത്ത് മുസ്ലിമയുടെ ഒരു മഹാസംഗമമായിരുന്നു. ആ ഹജ്ജിലൂടെ നൽകിയ സന്ദേശങ്ങൾ യഥാർത്ഥത്തിൽ ഹജ്ജ് മാസങ്ങൾ എന്ന് പറയുന്നത് ഒരു നിർഭയത്വ മാസങ്ങളാണ്. യുദ്ധം നിഷിദ്ധമാക്കിയ മാസങ്ങളെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. യുദ്ധം നിഷിദ്ധമാക്കിയ മാസങ്ങളാണ്. ഹജ്ജ് ശരിക്ക് 5-6 ദിവസം നീണ്ടു നിൽക്കുന്ന കർമ്മങ്ങൾ മാത്രമാണ്. നമുക്കെല്ലാം അറിയാം. ദുൽഹിജ്ജ് 8 മുതൽ ദുൽഹിജ്ജ് 13 വരെയുള്ള ദിവസങ്ങളിൽ ഹജ്ജ് കർമ്മമുള്ളൂ. പക്ഷെ ഹജ്ജ് മാസങ്ങൾ എന്ന ഖുർആൻ പറഞ്ഞു. അഷ്ഹുറും മഅലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങൾ. അൽ ഹജ്ജ് അഷ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് എന്ന് പറയുന്നത് ഏതാനും മാസങ്ങളുണ്ട്. ഇപ്പൊ ഹജ്ജിന് പോവുക വരിക, ഹജ്ജിന് മുമ്പുള്ള മാസമായ ദുൽഖഅദ ഹജ്ജുമായി ബന്ധപ്പെട്ട മാസം. ഹജ്ജിന് ശേഷമുള്ള മുഹറം മാസവും നേർക്കെതിരെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു മാസം. അതുപോലെ ശവ്വാലിനെ പോലും പണ്ഡിതന്മാർ ഹജ്ജിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ റജബിനെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോ ഈദുൽ ഫിത്ർ കഴിഞ്ഞാൽ ശവ്വാൽ മാസം തൊട്ട് തുടങ്ങിയാൽ ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം, ഹജ്ജിന് മുമ്പുള്ള 2 മാസവും ഹജ്ജിന് ശേഷമുള്ള 1 മാസവും ചേർന്ന് 4 മാസം. ഈ 4 മാസങ്ങൾ സുരക്ഷിതമായിരിക്കണം. ആളുകൾക്ക് സഞ്ചരിക്കാൻ. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹില്ലു ശഅഇറല്ലാഹ് വല ശഹറൽ ഹറാം വലൽ ഹദിയ വലൽ ഖലാഇദ വല അമ്മിനൽ ബൈത്തുൽ ഹറാം. ശരിക്കും ഈ ആയത്തിറങ്ങുന്നത് ഹജ്ജിന് വരുന്ന മുശ്രിക്കുകളായ ആളുകളെ കുറിച്ചാണ്. മുസ്ലിങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ ചെയ്യാൻ ചെന്നപ്പോ മുശ്രിക്കുകൾ അതിനെ ചെയ്യാൻ സമ്മതിച്ചില്ല. എന്നിട്ട് ഹുദൈബിയയിൽ ഒരു കരാർ ഒപ്പിടിച്ച് തിരിച്ചു പോകാൻ പറഞ്ഞു. നമുക്കറിയാം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മുസ്ലിങ്ങൾ, മുഹാജിറുകൾ, പ്രവാചകരും അനുചരന്മാരും ഹിജറ 6-ാം വർഷം മദീനയിൽ നിന്നും മക്കയിൽ വന്ന് ഉംറ ചെയ്യാൻ ശ്രമിച്ചു. മക്കയിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ട ഉംറയ്ക്ക് വേണ്ടി ശ്രമിച്ചത്. അങ്ങനെ മക്കയുടെ അതിർത്തിയിലെത്തിയപ്പോ ഹുദൈബിയ എന്ന സ്ഥലം, ഇന്നും ആ സ്ഥലമൊക്കെ കാണാട്ടോ. ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലം ഷുമൈസ് എന്ന പേരിലൊക്കെ ഇന്നും അവിടെ ഉണ്ട്. അതുകൊണ്ട് ആ ഹുദൈബിയയിൽ എത്തിയപ്പോ അവർക്ക് ഉംറ ചെയ്യാൻ അനുവാദം ലഭിക്കാതെ, ഉംറ ചെയ്യാൻ സമ്മതിക്കാതെ ഒരു കരാർ എഴുതി ഒപ്പിട്ട് തിരിച്ചു പോകേണ്ടി വന്നു. അങ്ങനെ അവർ ഉംറക്ക് പോകാൻ കഴിയാതെ നിൽക്കുന്ന ഘട്ടത്തിൽ മുശ്രിക്കുകളായ ചില ഗോത്രങ്ങൾ ഉംറക്ക് പോകുന്നത് കണ്ടു. അവരെ തട്ടിയ, നമ്മളോട് അതിക്രമം കാണിച്ചെങ്കിൽ, നമ്മുടെ ഉംറ തടഞ്ഞെങ്കിൽ, നമ്മുടെ ആരാധന തടഞ്ഞെങ്കിൽ അവരെയും തടഞ്ഞുകൂടെ, തടയാം എന്ന രീതിയിൽ അവരെ തടയുന്നതിനെ കുറിച്ച് ആലോചിച്ചൊരു ഘട്ടം. അതേപോലെ തന്നെ മറ്റൊരു ഘട്ടം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഈ പറയുന്ന വിശ്വാസികളെ ബദറിന്റെ പശ്ചാത്തലത്തിൽ തടഞ്ഞ, ആ ബദറിന്റെ സന്ദർഭങ്ങളിൽ തടഞ്ഞവരെ തിരിച്ച് മുശ്രിക്കുകളായി, ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളായ ആളുകൾ ഹജ്ജിന് പോകുന്ന ഒരു കാലഘട്ടം. മുസ്ലിങ്ങൾ മാത്രമല്ല. അപ്പൊ അവരും ഹജ്ജിന് പോകുന്ന തടയുന്നതിനെ കുറിച്ച് വിശ്വാസികൾ ആലോചിച്ചു. ആ സന്ദർഭങ്ങളിലേക്ക് ഇറങ്ങിയ ഖുർആൻ ആയത്തുകളുണ്ട്. ആ ആയത്തുകളിൽ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുഹില്ലു ശഅഇറല്ലാഹ്, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ അവമതിക്കരുത്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ് ഈ ഹജ്ജ് എന്ന് പറയുന്നത്. അവിടുത്തെ ദുൽഹിജ്ജ് 9, ദുൽഹിജ്ജ് 10, അവിടുത്തെ അറഫ, മുസ്ദലിഫ, മിന, കഅബ, തവാഫ്, ഇതൊക്കെ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളാണ്. അതുമേ ഒന്നും നിങ്ങൾ ആരും കൈവെക്കരുത്. അത് ശിർക്കൻ ഹജ്ജാണെങ്കിലും, ആ ശിർക്ക് ചെയ്തു പോണ ആളുകളാണെങ്കിലും അവരെ വിശ്വാസങ്ങളെ, അവരെ ബലിമൃഗങ്ങളെ, ആ ബലിമൃഗങ്ങളാണോ അല്ലയോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവർ കഴുത്തിൽ കെട്ടിട്ട് കൊണ്ടു നടക്കുന്ന മൃഗങ്ങൾ, ആടുമാടുകളെ പോലും നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല. അത്ര ഹജ്ജിന് പോകുന്ന ആളുകൾ വരുമ്പോഴോ പോകുമ്പോഴോ ഉപദ്രവിക്കാൻ പാടില്ല. മൊത്തത്തിൽ ഒരു സമാധാന അന്തരീക്ഷം ഹജ്ജിന്റെ സന്ദർഭങ്ങൾ ഉണ്ടാകണം.
വിശുദ്ധ ഖുർആനിൽ ജിഹാദുമായി ശരിക്കും ജിഹാദും ഹജ്ജും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കോംബോ. വിശുദ്ധ ഖുർആൻ രണ്ട് കോംബോ എന്ന് പറയുന്നത് ഹജ്ജും ജിഹാദുമാണ്. ശരിക്കും രണ്ടും ഒരു ബന്ധമില്ല. ഹജ്ജ് പറഞ്ഞ മുതലാളിമാരുടെ, സമ്പന്നന്മാരുടെ, VIP എന്നർത്ഥത്തിൽ പൈസ പണമൊക്കെയുള്ള ആൾക്കാരെ ഇബാദത്താണ് ഹജ്ജ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ വേറെന്തോ അടി ഇടി വെട്ടക്കുത്തൊക്കെയാണ്. അതുകൊണ്ട് രണ്ടും തമ്മിൽ ബന്ധമില്ല നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷെ അങ്ങനെയല്ലട്ടോ ഇസ്ലാമിൽ ഹജ്ജും ജിഹാദും. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചില സന്ദർഭങ്ങളിൽ സഹാബിമാര് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അയ്യുൽ അഅ്മാലി അഫ്ളലു യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലേ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ഏതൊക്കെയാ റസൂലേ എന്ന് ചോദിക്കുമ്പോൾ റസൂല് പലപ്പോഴും പല മറുപടികളും സന്ദർഭോചിതം കൊടുക്കാറുണ്ട്. പല സന്ദർഭത്തിനനുസരിച്ചാണ് കൊടുക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ പറയാൽ ഹജ്ജുൽ മബ്റൂർ വൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അൽ ഹജ്ജുൽ മബ്റൂർ നല്ല ഹജ്ജും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദും ഹജ്ജും ഇത് രണ്ടും ഒരുമിച്ച് കാണണം. ഇന്നൊരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഹജ്ജ് നടക്കുന്ന മണ്ണാണ് മക്ക. മക്കയിലേക്ക് മദീനയിലേക്ക് പോയിട്ട് വന്ന് സംസമിലൊക്കെ ആയിട്ട് വന്ന ഒരുപാട് ആളുകളുണ്ട്. ഈത്തപ്പഴം വന്ന ആളുകളുണ്ട്, ഹജ്ജ് ചെയ്ത് വന്ന ആളുകളുണ്ട്, ഹജ്ജിന്റെ ലോകത്തേക്ക് നോക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ജിഹാദിന്റെ ലോകം ലോകത്തുണ്ട്. പക്ഷെ ജിഹാദിന്റെ ലോകം ഹജ്ജിന്റെ ലോകം തമ്മിൽ ആളുകൾക്ക് ജിഹാദിന്റെ ലോകം ഫലസ്തീൻ, നിർവക്ഷ ഇറാൻ അടക്കം ഇപ്പോൾ നടക്കുന്നത് ലോകത്ത് ഹജ്ജ് കർമ്മം പോലെ ഹജ്ജ് മക്കയിലാണ് നടക്കുന്നതെങ്കിൽ ജിഹാദ് നടക്കുന്ന മണ്ണാണ് ഫലസ്തീൻ, ഇറാൻ. മിഡിൽ ഈസ്റ്റിൽ നടന്നൊരു സംഘർഷങ്ങൾ അത് വെറും സംഘർഷമൊന്നുമല്ല, അതെന്തോ യുദ്ധമൊന്നുമല്ല. ലോകത്ത് നടക്കുന്ന ഇസ്ലാമിനെതിരെ വേൾഡ് കപ്പ് ഫുട്ബോളൊക്കെ നടക്കുന്നു എന്ന് പറയുന്ന വേൾഡ് കപ്പ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ആ യുദ്ധം ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരെ നടക്കുന്ന യുദ്ധം. അതുകൊണ്ട് ജിഹാദിന്റെ മണ്ണാണ് ഫലസ്തീന്റെ മണ്ണ്. ജിഹാദിന്റെ മണ്ണാണ് ഇന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കും നടക്കുന്ന യുദ്ധം, പ്രതിരോധം. അത് ജിഹാദിന്റെ പ്രതിരോധ. അതുകൊണ്ട് ആ ജിഹാദ് കാണാത്ത കണ്ണുകൾ, ഒറ്റക്കണ്ണൻ കണ്ടെന്ന് ഞാൻ പറയാം. ഒറ്റക്കണ്ണൻ ജീവിയുണ്ട്, ഒറ്റക്കണ്ണൻ ദജ്ജാൽ ഒറ്റ കണ്ണുള്ളൂ. അതുകൊണ്ട് ജിഹാദ് കാണാതെ ഹജ്ജ് മാത്രം കാണുന്ന ആളുകൾ, അജഅൽതും സിഖായത്തുൽ ഹജ്ജ് വഇമാറത്തുൽ മസ്ജിദിൽ ഹറാം കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വജാഹദ ഫീ സബീലില്ലാഹ് ലാ യസ്തവൂന ഇൻദല്ലാഹ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ കഅബ പരിപാലിക്കുക, കഅബയിൽ വരുന്ന ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക, കഅബയെ ഇങ്ങനെ വലിയ അർത്ഥത്തിൽ പരിചരിച്ച് കൊണ്ടു നടക്കുന്ന ആളുകൾ, അങ്ങനെ അജഅൽതും സിഖായത്തുൽ ഹജ്ജ് വഇമാറത്തുൽ മസ്ജിദിൽ ഹറാം, നിങ്ങൾ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നതും ഈ കഅബ മനോഹരമായി പരിപാലിക്കുന്നതും അത് വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നതും അതിങ്ങനെ പെയിന്റ് അടിക്കുന്നതൊക്കെ അതൊക്കെ കൊണ്ടു നടക്കുന്നവരും യഥാർത്ഥ ഈമാനും പരലോകത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകൾ രണ്ടും സമമല്ലട്ടോ. അതുകൊണ്ട് വെറും ഏതെങ്കിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തു വെച്ച് അതിലൂടെ സ്വർഗത്തിൽ കടക്കാം എന്നാലും വിചാരിക്കണ്ട. ഞാൻ പറയുന്നത് ഇന്ന് പോലും ഹജ്ജ് നടക്കുമ്പോൾ പോലും ഹജ്ജ് നടക്കുന്ന മണ്ണാണ് മക്കയെങ്കിൽ ജിഹാദ് നടക്കുന്ന മണ്ണാണ് ഫലസ്തീൻ. ഇന്നിപ്പോ ഇറാനും അമേരിക്കയും നടന്ന യുദ്ധം പോലും അത് ഇറാനും അമേരിക്കയും നടന്ന യുദ്ധം എന്നർത്ഥത്തിൽ മനസ്സിലാക്കരുത്. ആ യുദ്ധത്തിലേക്ക് ഇറാൻ വരേണ്ടി വന്നത് പോലും ഫലസ്തീന് വേണ്ടിയിട്ടാണ്. ഫലസ്തീന് വേണ്ടി പൊരുതുവാൻ ഹമാസ് തയ്യാറായപ്പോൾ ഫലസ്തീന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഖുദ്സിന്റെ സംരക്ഷണത്തിന് വേണ്ടി അത് ഇസ്രയേലിന് മുമ്പിൽ അടിയറ വെക്കില്ല. ഇസ്രയേലിന് മുമ്പിൽ മസ്ജിദുൽ അഖ്സ അടിയറ വെക്കില്ല. ഇസ്ലാമിലെ ഹറമാണ്. ശരിക്കും ഹറം എന്ന് കേൾക്കുമ്പോൾ ആദ്യത്തെ ഹറമാണ് മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സയിൽ നിന്നാണ് അടുത്ത രണ്ടാമത്തെ ഖിബ്ലയായിട്ടാണ് മക്കയിലെ മസ്ജിദുൽ ഹറം ഉപയോഗപ്പെടുത്തുന്നത്. സാക്ഷാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കരങ്ങളിലൂടെ പുനർനിർമ്മിച്ച കഅബ എന്ന് നമ്മൾ പറയും. പക്ഷേ ആ ഇബ്രാഹിം നബി വരുന്നത് എവിടെ നിന്നറിയോ? ഇബ്രാഹിം നബി ഒരു മസ്ജിദുൽ അഖ്സ വരുന്നത്. ഈ മസ്ജിദുൽ ഹറാം പണിത ആരാണോ പുനർനിർമ്മിച്ചത്, അതിനുശേഷം പിന്നീട് പുനർനിർമ്മിച്ചത് മസ്ജിദുൽ അഖ്സയാണ്. പണ്ഡിതന്മാർ പറയുന്നത് അയ്യുൽ മസ്ജിദി അവ്വലൻ, അയ്യുൽ മസ്ജിദി അവ്വലൻ, ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി ഏതാണ്, ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം ഏതാണ്? അൽ മസ്ജിദുൽ ഹറാം. അത് മക്കയിലെ മസ്ജിദുൽ ഹറാമ. സുമ്മായി പിന്നെ ഏതാ? മസ്ജിദുൽ ഹറാം കഴിഞ്ഞിട്ട് പിന്നെ പടുത്ത പള്ളി ഏതാ? അൽ മസ്ജിദുൽ അഖ്സ. അത് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാണ്. കം ബൈനഹുമ അത് രണ്ടിൽ എത്ര ഇടവേള ഉണ്ട്? 40 സന, 40 വർഷം എന്ന് പറഞ്ഞാൽ മക്കയുടെ മണ്ണിൽ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഹാജറും കൂടി പടുത്തുയർത്തിയതാണ് മക്കയിലെ മസ്ജിദുൽ ഹറാം എങ്കിൽ മസ്ജിദുൽ അഖ്സയോ അത് മഹാനായ ഇബ്രാഹിം നബിയുടെ കരങ്ങൾ തന്നെയാണ്. ഇബ്രാഹിം നബിയുടെ കരം
ഒരു പക്ഷേ അവിടെ ഇബ്രാഹിം നബിയുടെ ആദ്യത്തെ ഭാര്യ സാറ എവിടെയാണുള്ളത്? രണ്ടാമത്തവൻ ഇസ്ഹാക്ക് എവിടെയാണുള്ളത്? അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ തന്നെ കൈകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പക്ഷെ അതിന്റെ പുനർനിർമ്മാണം പിന്നീട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നീട് ഒരുപാട് പ്രവാചകന്മാർ അവിടെയാണുള്ളത്. ഇബ്രാഹിം നബിയുടെ അലാ ആലി ഇബ്രാഹിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. എപ്പോഴും ചെല്ലുന്ന സലാത്താണ് ഇബ്രാഹിം. ഈ സലാത്ത് ഇബ്രാഹിം എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് നബിക്ക് അനുഗ്രഹം കൊടുക്കുക. ഇബ്രാഹിം നബിക്ക് കൊടുത്തതുപോലെ എന്താ ഇബ്രാഹിം നബിയുടെ പ്രത്യേകത? എന്ത് അനുഗ്രഹം കൊടുത്തത്? അത് മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സയും. പിന്നീട് മസ്ജിദുൽ അഖ്സയിലാണ് സകല പ്രവാചകന്മാരും വരുന്നത്. നേരത്തെ പറഞ്ഞ ഇബ്രാഹിം നബിയുടെ ആദ്യത്തെ ഭാര്യ സാറ ഫലസ്തീനിലുള്ളത്. അവർക്കുണ്ടായ മകൻ ഇസ്ഹാക്ക് ഫലസ്തീനിലുള്ളത്. ഇസ്ഹാക്കിന്റെ മകനാണ് യഅ്ഖൂബ് നമുക്കറിയാം ഫലസ്തീനിലുള്ളത്, കൻആനിലുള്ളത്. കൻആൻ ഫലസ്തീൻ. ആ ഇബ്രാഹിം നബി യഅ്ഖൂബ് നബിയുടെ മക്കളാണ് യൂസുഫ് നബി, ബിന്യാമീൻ. പിന്നീട് ആ ചരിത്രത്തിൽ മൂസാ നബി വരുന്നു, ദാവൂദ് നബി വരുന്നു, സുലൈമാൻ നബി വരുന്നു, ശുഐബ് നബി വരുന്നു. എല്ലാം ഫലസ്തീന്റെ മണ്ണിലാണ്. സക്കരിയ നബി വരുന്നു, ഹാറൂൻ നബി വരുന്നു, യഹ്യ നബി വരുന്നു, ഈസാ നബി വരുന്നു. അഥവാ സാക്ഷാ ഇബ്രാഹിം നബി തൊട്ട് ഈസാ നബി വരെയുള്ള ഒരു പരമ്പര. ഇബ്രാഹിം നബിയുടെ മൂത്ത മകൻ ഇസ്മായിൽ തൊട്ട് പിന്നീട് പരമ്പരയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഈ രണ്ട് പള്ളികൾ തമ്മിൽ ബന്ധമുണ്ട്. ഇത് രണ്ട് ഹറമുകളാണ്. ആകെ കൂടി ഇന്നത്തെ ഖാദിമുൽ ഹറമൈനി ഷരീഫ് എന്നൊക്കെ മക്കയിലെ മസ്ജിദുൽ ഹറമും മദീനയിലെ മസ്ജിദുൽ നബവി മാത്രമേ ഉള്ളൂ. ഈ രണ്ട് പള്ളിയേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ഇമാം സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ ഹറമൈൻ എന്ന് പ്രയോഗിച്ചതിന്റെ അർത്ഥം തന്നെ തുർക്കി ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഹറമൈൻ എന്ന് പറയുമ്പോൾ അതിൽ മസ്ജിദുൽ അഖ്സയും മസ്ജിദുൽ ഹറാമുമാണ്. ഈ രണ്ട് പള്ളികൾ തമ്മിൽ ബന്ധം. ആ ബന്ധമാണ് ഇന്ന് ലോകത്തെ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മസ്ജിദുൽ അഖ്സയെ ഒറ്റുകൊടുക്കുന്ന മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സയോ അവഗണിക്കുന്ന മസ്ജിദുൽ ഹറാം. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. വലിയ രാഷ്ട്രീയ ഭാഷ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ മുസ്ലിം രാജാക്കന്മാർ, ഇന്നത്തെ മുസ്ലിം ഒരുപക്ഷെ സുന്നി മുസ്ലിം, അങ്ങനെയാണ് സുന്നി മുസ്ലിം ലോകം, സൗദി അറേബ്യ ഉൾപ്പെടെ ഹജ്ജ് നടക്കുന്ന മണ്ണ് വരെയും മസ്ജിദുൽ അഖ്സയോട് നീതി പുലർത്താത്തവർ, മസ്ജിദുൽ അഖ്സയെ കാണാത്തവർ, മസ്ജിദുൽ അഖ്സയെ സംരക്ഷിക്കാൻ തയ്യാറാത്തവർ, ഇന്ന് മസ്ജിദുൽ അഖ്സ സംരക്ഷിക്കാനും തകർക്കാനും ശ്രമിക്കുന്ന ജൂതന്മാര്, ഇസ്രയേല്, അവർ ശ്രമിക്കുമ്പോൾ അത് സംരക്ഷിക്കാൻ മസ്ജിദുൽ അഖ്സയും ഞങ്ങൾ സംരക്ഷിക്കുന്നു പറയാൻ ഇന്നത്തെ മുസ്ലിം ലോകത്ത് സാധിക്കുന്നുണ്ടോ? സലാഹുദ്ദീൻ അയ്യൂബിമാർ അങ്ങനെ പറഞ്ഞത്. മസ്ജിദുൽ അഖ്സ ഞങ്ങൾ ഒരിക്കലും വിട്ടുതരില്ല, മസ്ജിദുൽ അഖ്സ ഞങ്ങൾ സംരക്ഷിക്കും, അങ്ങനെ പറയാൻ ഇന്ന് മുസ്ലിം ലോകത്ത് സാധ്യമല്ല. അങ്ങനെ പറഞ്ഞതിന്റെ പേരിലാണ് ഇറാൻ ഒരുപക്ഷെ ഇന്ന് ഞാൻ ഫലസ്തീനെ സംരക്ഷിക്കുവാനുള്ള സമരത്തിൽ ഹമാസ് നടത്തിയ പോരാട്ടത്തിന് പിന്തുണ നൽകിയതിന്റെ പേരിലാണ് ഇറാനെ ശരിക്കും ഇസ്രായേൽ ആക്രമിച്ചത്, അമേരിക്ക സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇറാഖിന്റെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെ അജണ്ടയിൽ മസ്ജിദുൽ ഹറാം ഉണ്ട്, മസ്ജിദുൽ അഖ്സ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. മസ്ജിദുൽ അഖ്സ മാത്രമൊന്നുമല്ല, മസ്ജിദുൽ ഹറാമും മസ്ജിദ് നബവി അടക്കം മക്കയും മദീന അടക്കമുള്ള മണ്ണിലേക്കും ഇന്നല്ലെങ്കിൽ നാളെ അവർ ഇരമ്പി വരും. എന്നൊരു പക്ഷേ ഇറാൻ പരാജയപ്പെട്ടാൽ, ഫലസ്തീൻ പരാജയപ്പെട്ടാൽ, ഹമാസ് പരാജയപ്പെട്ടാൽ, ഇറാൻ പരാജയപ്പെട്ടാൽ ഇസ്രയേല് വെറുതെ നിൽക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇസ്രയേലിന്റെ ക്രൂരമായ ദംഷ്ട്രങ്ങൾ ഇപ്പൊ തന്നെ തുർക്കിക്കെതിരെ നീണ്ടു തുടങ്ങി. അത് കഴിഞ്ഞാൽ തുർക്കി അങ്ങനെയേ പറ്റൂ. ചെന്നായ്ക്ക് പാല് കുടിച്ച് ജീവിക്കാൻ കഴിയുക? ചെന്നായ പാല് കുടിക്കാറുണ്ടോ? ചെന്നായ പാല് കുടിച്ച് ജീവിക്കുന്ന ജീവിയാണോ? കടുവയും പുലിയും സിംഹവും ഒന്നും കൊപ്രയും കടലപ്പിണ്ണാക്കും നിന്ന് ജീവിക്കുന്ന ജീവിയല്ല. പുല്ലും വൈക്കോലും നിന്ന് ജീവിക്കുന്ന ജീവികളല്ല ഈ പറയുന്ന കടുവ, സിംഹം, ചെന്നായ്ക്ക് രക്തം വേണം, ചെന്നായ്ക്ക് ചോര വേണം. ചോര കുടിച്ച് ജീവിക്കുന്ന ജീവികളാ, രക്തം കുടിച്ച് ജീവിക്കുന്ന ജീവികളാ. പാമ്പിന് അങ്ങനെ ഉമ്മം വെക്കാൻ അറിയില്ല. മൂർഖൻ ഉമ്മം വെക്കുന്ന ജീവിയല്ല. മൂർഖൻ കിസ് ചെയ്യുന്ന ജീവിയല്ല. മൂർഖന് കടിക്കാനേ അറിയൂ. മൂർഖന് വിഷമുണ്ട്, അതിൽ കടിക്കാനേ കഴിയൂ. ചെന്നായ്ക്ക് രക്തവും ചോരയും വേണം. ഇസ്രയേലിന് ലോകത്ത് ജീവിക്കണമെങ്കിൽ ചോര വേണം, രക്തം വേണം, അക്രമം വേണം, ചതി വേണം, യുദ്ധം വേണം. എന്നും അതിൽ ക്ഷമിക്കുന്നവർ. അവർ ചരിത്രമതാ. പക്ഷെ നമ്മൾ തന്നെ ആലോചിക്കുന്നത് എന്താണ് ഇവര് മനുഷ്യരല്ലേ? ഇപ്പൊ ലോകത്തൊരു യുദ്ധം, എന്തിനാ യുദ്ധം? ഇപ്പൊ നടക്കുന്ന യുദ്ധത്തിന്റെ തീവ്രമായ ഘട്ടത്തില് ഇപ്പൊ വീണ്ടും ഹോർമുസ് കടലെടുക്ക് അടച്ച് ലോകം മുഴുവൻ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ, നമ്മുടെ അടുക്കളയിൽ വരെ, നമ്മുടെ തീന്മേശ പ്രതിസന്ധിയിലാണ്, അടുക്കളയിൽ പ്രതിസന്ധിയിലാണ്.
നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ നമ്മളൊക്കെ ലോകം മുഴുവൻ പ്രതിസന്ധി ചാടിക്കുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ ഈ അമേരിക്കൻ ഇസ്രയേലുമാണ്. ഞാൻ പറയുന്നത് ലോകത്തെ ഹജ്ജിന്റെ സന്ദർഭത്തിൽ വരെ ഇത് വിശുദ്ധമായ നാളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഹജ്ജിന്റെ നാളുകൾ യുദ്ധം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന, യുദ്ധമില്ലാത്തൊരു രാജ്യം, യുദ്ധമില്ലാത്തൊരു അന്തരീക്ഷം ചുരുങ്ങിയതൊരു 4 മാസമെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഹജ്ജിന് മുമ്പ്, ഹജ്ജിന് ശേഷം ഹജ്ജിന്റെ സന്ദേശം പോലും യഥാർത്ഥത്തിൽ യുദ്ധരഹിതമായ ലോകം എന്നതാണ്. ആലോചിച്ചു, ഹജ്ജിന് പോയിട്ട് വന്നതാണ് ഞാനിപ്പോ. സത്യം പറഞ്ഞാൽ അവിടെ ചെന്നാൽ മസ്ജിദുൽ ഹറാം, ഹറം ഹറം ഹറാം ഹറാം വേറെ, ഹറം ഹറം എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിന് ചുറ്റുവട്ടുള്ള ബൗണ്ടറികൾക്ക് പേരെ ഹറം എന്ന് പറയാം. ആ ഹറമിൽ വേട്ടയാടാൻ പാടില്ല. ആ ഹറമിൽ ഒരു മരത്തിന് ചിഹ്നം പോലും മുറിക്കാൻ പാടില്ല. ആ ഹറമിനകത്ത് ഒരു ജീവിയെ പോലും കൊല്ലാൻ പാടില്ല. ആ ഹറമിനകത്ത് ഒരു ഇല പോലും പൊഴിക്കാൻ പാടില്ല. നിർഭയത്വത്തിന്റെ നാട്, നിർഭയത്വത്തിന്റെ നാട്. ആ മസ്ജിദുൽ ഹറമിന്റെ ഉള്ളിലേക്ക് കടന്നാൽ തന്നെ ഒരു നിർഭയ ലോകം. ശരിക്കും പറഞ്ഞാല് നിങ്ങൾ മക്കത്തും മദീനത്തും ഇരുന്നിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ചിന്തിച്ചു നോക്കിയേ, എന്തൊരു ലോക സമൂഹം അവിടെ ഉണ്ട്. ശരിക്ക് സൗദി അറേബ്യ മാത്രമല്ല, ലോകത്തിങ്ങനെ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക മുതൽ, ഓസ്ട്രേലിയ മുതൽ, ശ്രീലങ്ക മുതൽ, ആഫ്രിക്ക മുതൽ, കോങ്കോ മുതൽ, സൊമാലിയ മുതൽ, സിംബാബ്വെ മുതൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും മക്കയുടെ മണ്ണിലും മദീനയുടെ പള്ളിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ലോക സമൂഹത്തെ കണ്ടിരിക്കുക. നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും കാണാൻ കഴിയോ? എന്തൊരു സ്നേഹം, എന്തൊരു ഐക്യ, ഒരു ഇഷ്ടക്കുറവുണ്ടോ? നിങ്ങൾക്ക് കറുത്ത വർഗ്ഗക്കാരെ കാണുമ്പോൾ ആദരവ് തോന്നുന്ന ഒരു സമൂഹം നമ്മൾ മാത്രമേ. കറുത്തവരെ കാണുമ്പോൾ ബിലാലിന്റെ നാട്ടുകാരാണ്. കറുത്തവരെ കാണുമ്പോൾ, ബ്ലാക്സിനെ കാണുമ്പോൾ, നീഗ്രോ ജനവിഭാഗങ്ങൾ കാണുമ്പോൾ അവരോട് പോലും കൈ കൊടുക്കാൻ, അവരെ പോലും ആദരിക്കാൻ, അവരെ പോലെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രം. മക്കയുടെ മണ്ണിൽ, മദീനയുടെ മണ്ണിൽ, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുമ്പോൾ, മദീനയിലെ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ ലോക മുസ്ലിം സമൂഹം എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന, ഒരർത്ഥത്തിൽ വംശീയതയില്ല, വർഗീയതയില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, ഒരു ഉന്തും തള്ളും വഴക്കില്ല, എല്ലാവരും. എന്തോ ഒരു സ്നേഹം, എന്തോ ഒരു ഐക്യം. ഭാഷകളില്ലാത്തതുകൊണ്ടും സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടും മാത്രമാണ് അത്തരത്തിലുള്ള ആദാനപ്രദാനങ്ങളും അതുപോലുള്ള സംസാരങ്ങളും സാധിക്കാത്തത്. അതല്ലെങ്കിൽ ആ നാട്ടിൽ എത്ര നിർഭയമാണ്. മദ്യമില്ല, വ്യഭിചാരമില്ല, ചൂതാട്ടമില്ല, പലിശയില്ല. ഒരു പക്ഷേ നമ്മുടെയൊക്കെ നല്ല ആത്മീയ കേന്ദ്രങ്ങളിൽ പള്ളി പെരുന്നാളുകൾ, തൃശ്ശൂർ പൂരം, അല്ലെങ്കിൽ നമ്മുടെ ഏത് പള്ളി പെരുന്നാൾ പൂരങ്ങൾ ചെന്ന് എന്താ അവിടെ നടക്കുന്നത്? അതിന് പുറത്ത് നടക്കുന്ന വ്യാപാരം, കച്ചവടം, മുച്ചീട്ട് കച്ചവടം, പടക്ക കച്ചവടം, അതുമായി ബന്ധപ്പെട്ട ഷാപ്പ്. ഇവിടത്തൊക്കെ പെരുന്നാൾ നടക്കുന്നുണ്ട്. അന്ന് ഇവിടുത്തെ ഷാപ്പുകൾ, ഇവിടുത്തെ യഥാർത്ഥത്തിൽ ഇവിടങ്ങളിലുള്ള മദ്യശാല ചെന്ന് നോക്കി ഏറ്റവും കൂടുതൽ മദ്യം ഈ കോതമംഗലത്ത് വിൽക്കപ്പെടുന്ന ഏത് ദിവസമാണ്? ഇവിടെ നടക്കുന്ന പെരുന്നാൾ നാളുകളില്ല. അവിടെ ചാവക്കാട് മണത്തല നേർച്ച, സമുദായ നേർച്ചയാണ് മണത്തല നേർച്ച. മണത്തലയിലെ അവിടെ ചാവക്കാട് സൽക്കാര എന്ന് പേര് മദ്യഷാപ്പുണ്ട്, ബിവറേജ്. ഏറ്റവും കൂടുതൽ മദ്യം ചെലവഴിക്കുന്ന അന്നത്തെ നേർച്ച ദിവസം, പട്ടാമ്പി നേർച്ച നടക്കുന്ന ദിവസം പട്ടാമ്പിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കപ്പെടുന്നത്. അജ്മീർ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ക്രിമിനൽ പ്രദേശം അജ്മീർ. ആത്മീയ കേന്ദ്ര, ഷിർക്കുകളുടെ ഏത് ആത്മീയ കേന്ദ്രങ്ങളും ശുദ്ധ ഭൗതികമാണ്, ശുദ്ധ ഭൗതികമാണ്. അവിടങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെന്ന് നോക്ക്. പക്ഷെ ഇസ്ലാമിന്റെ മദീന, ഇസ്ലാമിന്റെ മക്ക എത്ര വിശുദ്ധമാണ്, എത്ര മനോഹരമാണ്. ഒരർത്ഥത്തിലോ തട്ടിപ്പോ വെട്ടിപ്പോ പിടിച്ചുപറിയോ ഒന്നുമില്ല. ലോക സമൂഹം ഇത്ര സുരക്ഷിതമായി, ഇത്ര സമാധാനപരമായി ജീവിക്കുന്ന ഒരു പ്രദേശം മക്കയുടെ മണ്ണാണ്, മദീനയുടെ മണ്ണാണ്, അറഫയുടെ മണ്ണാണ്, മുസ്ദലിഫയുടെ മണ്ണാണ്. ഞാൻ പറയുന്നത് ഇസ്ലാം എത്ര വിശുദ്ധമാണ്, എത്ര പരിശുദ്ധം. അറഫയുടെ മൈതാനിയിൽ അറഫ ദിവസം, നമ്മളെല്ലാവരും അറഫ ദിവസം കഴിഞ്ഞവരാണ്. ശരിക്ക് അറഫ ദിവസത്തിൽ ഖത്തീബ് നടത്തുന്ന പ്രസംഗം അത് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മസ്ജിദുൽ ദുൽഹിജ്ജ 9 അറഫ മൈതാനിൽ നടത്തിയൊരു പ്രഭാഷണമുണ്ട്. ജബലുർ റഹ്മ, ഗാർ ഹിറ ഗുഹയിൽ നിന്നാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ തുടങ്ങിയത്. ഹിറ ഗുഹയും ജബലുർ റഹ്മയും, റഹ്മത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന കാരുണ്യത്തിന്റെ മലയും തമ്മിൽ ബന്ധമുണ്ട്. ഹിറ ഗുഹയിലാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ തുടങ്ങിയതെങ്കിൽ ഈ ജബലുർ റഹ്മയുടെ മണ്ണിലാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കും അൽ ഇസ്ലാമ ദീന എന്ന ഇസ്ലാമിന്റെ സന്ദേശം പൂർത്തീകരിച്ചുകൊണ്ട് അവസാനത്തെ പ്രഖ്യാപനം നടത്തുന്നത് ആ ജബലുർ റഹ്മയിലെ അറഫയുടെ മൈതാനിയിലാണ്. അറഫയുടെ മൈതാനിയിൽ കൂടിയ വിശ്വാസികളോട് 1400 വർഷം മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ച ചോദ്യമുണ്ട്. നിങ്ങൾക്കറിയോ ഈ ദിവസം അയ്യു ബൽദിൻ ഹാദാ, അയ്യു ഷഹ്രിൻ ഹാദാ,
അയ്യു യൗമിൻ ഹാദാ, നിങ്ങൾക്കറിയോ ഈ നാട് ഏതാണെന്ന്? അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്കറിയുമോ ഈ ദിവസം ഏതാണെന്ന്? അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്കറിയും ഈ മാസം ഏതാണെന്ന്? നിങ്ങൾ ഇതൊക്കെ ശരിക്കും പഠിക്കണം, മനസ്സിലാക്കണം. ബലദുൻ ഹറാം വയൗമുൻ ഹറാം വശഹറുൻ ഹറാം. ഇത് വിശുദ്ധമായ നാടാണ്, മക്കയാണ്. ഇത് വിശുദ്ധമായ മണ്ണാണ്, അറഫയാണ്. ഇത് വിശുദ്ധമായ ദിവസമാണ്, ദുൽഹിജ്ജ് 9. അതുകൊണ്ട് ഈ മാസം വിശുദ്ധമാണെങ്കിൽ, ഈ ദിവസം വിശുദ്ധമാണെങ്കിൽ, ഈ മാസം വിശുദ്ധമാണെങ്കിൽ ഫലാ തളാലിമു ഫലാ തളാലിമു ഫലാ തളാലിമു, നിങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. ലോകത്ത് ആരെയും ഉപദ്രവിക്കില്ലേ. ഇന്ന അംവാലക്കും വഅറാലക്കും വദിമാഅക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ ഫി ശഹരിക്കും ഹാദാ ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും ഹറാമുൻ അലൈക്കും. നിങ്ങളുടെ രക്തം വിശുദ്ധമാണ്. നിങ്ങൾ ആരുടെ രക്തം ചിന്തരുത്. നിങ്ങൾ ആരുടെ സമ്പത്ത് കൊള്ളയടിക്കരുത്. നിങ്ങൾ ആരുടെ അഭിമാനത്തെ പിച്ച് ചിന്തരുത്. നിങ്ങൾ ആരെയും ഉപദ്രവിക്കരുത്, ദ്രോഹിക്കരുത്. ഇസ്ലാമാണത്. ഇത് പ്രസംഗമല്ലട്ടത്. ശരിക്ക് അറഫാ ദിനത്തിൽ പ്രവാചകന്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ അങ്ങനെ വാക്കും നാക്കും സംസാരമൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന ഒരു ബഡായി പ്രഭാഷകൻ നമ്മുടെ നാട് പ്രധാനമന്ത്രി പ്രഭാഷകനാണ്. പേരെ ദോസ്തിയോ എന്ന് ചോദിച്ച ഘട്ടത്തിന് ആൾക്കാർ അപ്പൊ പേടിച്ചു പോകും. ഇടിത്തി പോലെ, ഇടിവെട്ടുന്നത് പോലെ രാത്രി പാതിരാത്രിക്ക് വന്ന് ദുരന്തം പെയ്തിറക്കുന്ന ഒരു പ്രധാനമന്ത്രി. അതൊരു പ്രഭാഷകനാണ്. വാക്കും നാക്കും ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന ആള്. ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു പ്രഭാഷകനാണ്. ട്രംപ് ഒരു പ്രഭാഷകനാണ്. ട്രംപ് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത്? പിച്ചും പെയും പറയുന്ന പിരാന്തൻ ഒരു പ്രഭാഷകൻ. അയാളുടെ പ്രഭാഷണം. അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ തെരഞ്ഞെടുക്കുന്നത് വാക്കും വർത്താനവും സംവാദങ്ങളൊക്കെ നടത്തി അങ്ങനെ സംവാദക്ഷമതയുള്ള വാഗ്വിലാസങ്ങളുള്ള ആളുകളെയാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോലും റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റുകൾ നോമിനേറ്റ് ചെയ്യുന്നത്. പഴയ ഒബാമ ഒരു പ്രഭാഷകനാണ്. അതുപോലത്തെ വിൻസ്റ്റൺ ചർച്ചിൽ, ബ്രിട്ടീഷ് പഴയ വിൻസ്റ്റൺ ചർച്ചിൽ ലോകമഹായുദ്ധങ്ങൾക്ക് നേതൃത്വം, അദ്ദേഹം പ്രഭാഷകനാണ്. മാർട്ടിൻ ലൂതർ കിങ്, ജൂലിയസ് സീസർ, മാർട്ടിൻ ലൂതർ കിങ്, ഇവരൊക്കെ വലിയൊരു പ്രഭാഷകരാണ്. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനത്തെ പ്രഭാഷകനല്ല. അവർ വാക്കുകൊണ്ടും സംസാരം കൊണ്ടും ഉണ്ടാക്കിയ വലിയ മനുഷ്യാവകാശ വാക്കുകളും. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ 23 വർഷക്കാലം കൊണ്ട് ഹിറാ ഗുഹയിൽ നിന്ന് തുടങ്ങിയ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന ആശയത്തിൽ തുടങ്ങി 23 വർഷം ദുൽഹിജ്ജ് 9-ാം ദിവസം അറഫയുടെ മൈതാനിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ 23 വർഷം കൊണ്ട് ഈ ലോകത്തെ പഠിപ്പിച്ച ഇസ്ലാമിന്റെ സമ്മറി അതാണ് അറഫ. അത് പ്രസംഗമല്ലത്. 23 വർഷം കൊണ്ട് ഞാൻ പഠിപ്പിച്ച ഇസ്ലാം, ദീനിന്റെ ഖുലാസ, ദീനിന്റെ സമ്മറിയാണ് അറഫ പ്രഭാഷണം. ഈ ഖുർആന്റെ സാരാംശം, പ്രവാചക ജീവിതത്തിന്റെ സാരാംശം. ആ സാരാംശം എന്താണെന്ന് അറിയുമോ? മനുഷ്യരെ, നിങ്ങൾ ആരുടെയും അഭിമാനം പിച്ചി ചിന്തല്ലേ. മനുഷ്യരെ, നിങ്ങൾ ആരുടെ രക്തം ചിന്തരുത്. നിങ്ങൾ ആരുടെ യുദ്ധങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ആരുടെ സമ്പത്തുകൾ കൊള്ളയടിക്കരുത്. അവിടുന്ന് വീണ്ടും പറയുന്നു, നിങ്ങൾ സ്ത്രീകളെ നിങ്ങൾ വളരെ മാന്യമായി പെരുമാറണം. സ്ത്രീകളെ നിങ്ങൾ കുടുംബത്തിൽ നിങ്ങളുടെ ഭാര്യമാരെ ആദരിക്കണം. നിങ്ങൾ സ്ത്രീകൾ മാന്യമായി പെരുമാറണം. വീണ്ടും ജാഹിലിയ കാലഘട്ടത്തിലെ പലിശ, ഈ 3 അക്ഷരം അത് പൈശാചികത. പലിശ വാങ്ങരുത്, പലിശ കൊടുക്കരുത്, പലിശ എഴുതരുത്, പലിശ കൊണ്ട് നിങ്ങൾ ജീവിക്കരുത്. പലിശയുമായി ബന്ധപ്പെട്ട എന്റെ പിതൃവ്യനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് വേണ്ടി പലിശ കൊടുക്കാനുണ്ടെങ്കിൽ ആ പലിശ അടക്കം വേണ്ട എന്ന് വെച്ച് എന്റെ കാലിന് കിളിയെ ചവിട്ടിത്തേക്കിയാൻ. എന്താ ഒരു വാർത്ത ഇതൊക്കെ! എന്താ കേൾക്കരുത്? പലിശയുടെ എന്റെ മൂത്താപ്പയ്ക്ക് കൊടുക്കേണ്ട പലിശ ഉണ്ടാകും. ആ പലിശ ഇതാ എനിക്ക്, എന്റെ കുടുംബത്തിന് വേണ്ട. എന്റെ മൂത്താപ്പയുടെ പലിശ ആരും കൊടുക്കേണ്ടതില്ല. ആ പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും, എല്ലാ രേഖകളും, എല്ലാ പറ്റുമടി പുസ്തകങ്ങളും, പലിശ കണക്കുകളും എന്റെ കാലിട് ചവിട്ടി തേക്കിയാൻ. നിങ്ങളിൽ വംശബോധം ഉണ്ടാകരുത്. അറബിക്കാൻ അറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ, ലാ ഫളലി അറബിയൻ അലാ അജമിയൻ വലാ ലി അജമിയൻ അലാ അറബിയൻ, ലാ ഫളലി ലി അബിയല അലാ അസ്വദ വലാ ലി അസ്വദ അലാ അബിയല ഇല്ലാ ബിത്തഖ്വ. വെളുത്തവന് കറുത്തവനേക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ, അറബിക്ക് അറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ ഒരർത്ഥത്തിൽ വംശീയതയില്ല, സങ്കുചിത ദേശീയതയില്ല. മനുഷ്യരെ, ഇസ്ലാമിന്റെ സാരാംശം പറയുന്നത്. ഒരുപക്ഷെ ഇന്ന് തത്തമ്മ പൂച്ച മൗലാനമാർ പ്രസംഗിക്കുന്നതുകൊണ്ട് പക്ഷേ ഒരു സൗന്ദര്യമില്ല. ഇന്നും യഥാർത്ഥ അറഫിൽ പ്രസംഗിക്കുന്നത് ഇതിന്റെ സമകാലിക വേർഷനാണ്.
സമകാലിക വേർഷനാണ് ഇന്നും അറഫയിൽ പ്രസംഗിക്കുന്നത്. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് അറഫയിൽ ഇസ്ലാം പറയുന്നത് എന്താണോ അതിന് നേരെ ഉൾട്ട. ആന്റി അറഫ, ആന്റി അറഫ അതാണ് അമേരിക്ക, ആന്റി അറഫ അതാണ് ഇസ്രായേൽ. നിങ്ങൾ രക്തം പിച്ച് ചിന്തും, നിങ്ങൾ അഭിമാനം പിച്ച് ചിന്തും, നിങ്ങളുടെ രക്തം കൊണ്ട് ഞങ്ങൾ ഹോളി ആഘോഷിക്കും, നിങ്ങളുടെ രക്തത്തിൽ നിങ്ങൾ ചോരപ്പുഴ ഒഴുക്കും. അങ്ങനെ ടൈഗ്രീസിൽ രക്തപ്പുഴ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ഹോർമുസിൽ രക്തപ്പുഴ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു, സൂയസ് കനാലിൽ. അങ്ങനെ ലോകത്ത് മുസ്ലിങ്ങളെ രക്തം ചിപ്പിച്ച് ചെയ്യുന്നു ഞങ്ങൾ. മുസ്ലിങ്ങളുടെ സമ്പത്ത്, മുസ്ലിങ്ങളുടെ സമൃദ്ധി അത് തകർക്കും. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അമേരിക്കൻ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ഇറാനെതിരാന്ന്? അല്ല, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു വെടിക്ക് ഒരു 2 പക്ഷിയല്ല, ഒരു വെടിക്ക് ഒരുപാട് പക്ഷി. അവർക്ക് യഥാർത്ഥ ഇറാൻ തകരണം, ഫലസ്തീൻ തകരണം, അവർക്ക് സൗദി അറേബ്യയും തകരണം, കുവൈറ്റും തകരണം, UAE തകരണം, ബഹ്റൈനും തകരണം. ഈ രാജ്യങ്ങളിലെ സമാധാനം ജീവിതം തകരണം, മുസ്ലിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തകർക്കണം. ഒരേ സമയം അവർ യുദ്ധം ചെയ്യുന്നത് ഇറാനെതിരെ മാത്രമല്ല, അറബ് മുസ്ലിം നാടുകളെ മുഴുവൻ നശിപ്പിക്കുക. മുസ്ലിം സമൃദ്ധി, മുസ്ലിം സമാധാനം, മുസ്ലിം കുട്ടികളുടെ ഒരു തലമുറയുടെ, അവരുടെ പെണ്ണുങ്ങൾ, ഒരു കുടുംബം, അവരുടെ സാമ്പത്തിക വ്യവസ്ഥ എല്ലാം തകർക്കണം. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന യുദ്ധം ആന്റി അറഫ യുദ്ധമാണ്. അറഫയിൽ ഇസ്ലാം പറയുന്നതെന്തോ, മുസ്ലിങ്ങൾ പറയുന്നതെന്തോ, ഹജ്ജിന്റെ മണ്ണിൽ പറഞ്ഞതെന്തോ അതെല്ലാം തകർക്കുവാനുള്ള ഒരു യുദ്ധമാണ് ഇന്ന് അറഫ നാളുകൾ വരെ, ഈ ഹജ്ജ് മാസത്തിൽ വരെ ഇപ്പോൾ പ്രിയമുള്ളവരെ മുസ്ലിം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് പോലെ, പ്രവാചകൻ ഈ അറഫ ഉണ്ടാക്കിയതിന് മുമ്പ് ബദർ കഴിഞ്ഞിട്ടുണ്ട്, ഉഹദ് കഴിഞ്ഞിട്ടുണ്ട്, ഖന്തക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഹജ്ജ് മാത്രമല്ല ജിഹാദ് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മുസ്ലിം ലോകമെങ്ങാനും ഇത്തരത്തെ തിരിച്ചറിവോടെ ഇസ്ലാമിനൊപ്പം നിൽക്കാൻ തയ്യാറായാൽ, ദീനിനൊപ്പം നിൽക്കാൻ തയ്യാറായാൽ, അങ്ങനെ നിന്നിരുന്നെങ്കിൽ ഇന്ന് മുസ്ലിം ലോകത്ത് യഥാർത്ഥത്തിൽ ഇതാകുമായിരുന്നില്ല അവസ്ഥ. ഒരു ഇറാൻ തന്നെ ധീരമായി എഴുന്നേറ്റ് നിന്നപ്പോൾ, ഇറാൻ തന്നെ ഒരുപക്ഷെ ഈസി വാക്ക് ഓവർ, ഇപ്പൊ തീർക്കും, 2 ദിവസം 3 ദിവസം ഫിനിഷ്, ഇപ്പൊ തീർക്കും എന്നർത്ഥത്തിൽ പോയതാണ് ഇറാൻ. പക്ഷേ ആ കടലിടുക്കിൽ, ഹോർമുസ് കടലിടുക്കിൽ പ്രിയമുള്ളവരെ, അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ വാല് കുടുങ്ങിയ അവസ്ഥയിൽ കിടന്ന് പിരാന്ത് പിടിച്ച് ഉന്മാദാവസ്ഥയിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന, പിച്ചും പെയും പറയുന്ന മാനസിക സൈക്കോപാത്ത് എന്നർത്ഥത്തിൽ പറയാവുന്ന ഒരു മാനസിക വിഭ്രാന്തത്തിൽ ലോക സാമ്രാജ്യത്വം പെട്ടുകിടക്കുകയാണ്. ഒരുപക്ഷെ ഈ യുദ്ധത്തിലെങ്ങാനും അവർ വിചാരിക്കുന്ന പോലെ വിജയിക്കാൻ കഴിഞ്ഞാൽ അമേരിക്കൻ സാമ്രാജ്യത്വം അവസാനിച്ചു. ഇസ്രയേലും അമേരിക്കയും അങ്ങോട്ടും യുദ്ധം ചെയ്താണ്, പക്ഷെ അവർക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയാത്തതിന്റെ മ്ലാനതയും നാണക്കേടുമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ വിഷയം, മുസ്ലിം ലോകമെങ്ങാനും ഇറാന്റെ കൂടെ ഇപ്പോൾ ഒരു ഇറാൻ എഴുന്നേറ്റുന്ന പോലെ സൗദി അറേബ്യയും UAE-യും ഖത്തറും അടക്കമുള്ള മുസ്ലിം നാടുകൾ ധീരമായി ഒരുമിച്ച് ഇസ്ലാമിന്റെ പക്ഷത്തു നിന്ന് എഴുന്നേറ്റ്, അതായത് പറയാം അറഫയുടെ പക്ഷത്തു നിന്ന് എഴുന്നേറ്റ് നിന്നിരുന്നെങ്കിൽ, അറഫയുടെ പക്ഷത്തു നിന്നും ലോകത്ത് മനുഷ്യരുടെ അഭിമാനം, മുസ്ലിങ്ങളുടെ രക്തവും ചിന്താൻ ക്ഷമിക്കുന്ന ആളുകളോട് അറഫയുടെ മൈതാനിയിൽ പ്രസംഗിക്കുന്ന ഏതെങ്കിലും തത്വമേ പൂച്ച പണ്ഡിതന്മാർക്കപ്പുറം ഒരു അബൂബക്കർ സിദ്ദീഖിനെ പോലെ, ഒരു ഉമർ ഖത്താബിനെ പോലെ, ഉമർ ഇബ്നു സാനിയെ പോലെ, സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെ, നൂറുദ്ദീൻ സംഗിയെ പോലെ, താരിഖ് ഇബ്നു സയ്യിദിനെ പോലെ, സൈഫുദ്ദീൻ ഖുദ്ദുസിനെ പോലെ, ഒരുപക്ഷെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ബാബർ, ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സാക്ഷാൽ ഔറംഗസീബ് ആലംഗീറിനെ പോലെ, ടിപ്പു സുൽത്താനെ പോലെ ഇസ്ലാമിക ബോധവും കാഴ്ചപ്പാടുമുള്ള ഒരു ലോകമായിരുന്നു മുസ്ലിം ലോകമായിരുന്നെങ്കിൽ, മുസ്ലിം രാഷ്ട്രീയ നേതൃത്വം ലോകത്തിനുണ്ടായിരുന്നെങ്കിൽ, എന്നിട്ട് അറഫയുടെ മൈതാനിയിൽ അത്തരമൊരു പണ്ഡിതൻ ഇസ്ലാമിന്റെ രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് അറഫയുടെ മൈതാനിൽ പ്രസംഗിക്കുമ്പോൾ, പ്രവാചകൻ പറഞ്ഞ 1400 കൊല്ലം മുമ്പ് പ്രവാചകന്റെ വാക്കുകളെ ഈ പുതിയ കാലഘട്ടത്തിൽ ഭാഷയിലും സംസാരിച്ചിരുന്നെങ്കിൽ, എന്നിട്ട് അവർ ചൂണ്ടണം, മസ്ജിദുൽ ഹറാമിൽ ഹജ്ജിന് വന്ന ഹാജിമാരെ മസ്ജിദുൽ അഖ്സയെ നെഞ്ചിലേറ്റണം കേട്ടോ, മസ്ജിദുൽ അഖ്സ സംരക്ഷിക്കാൻ വരുന്നവർക്കെതിരിൽ ഉയർത്തെഴുന്നേൽക്കണമെന്ന് സലാഹുദ്ദീൻ അയ്യൂബി പറയുന്നത് പോലെ പറഞ്ഞിരുന്നെങ്കിൽ, ഫലസ്തീനികൊപ്പം നിൽക്കാൻ, ഇറാനൊപ്പം നിൽക്കാൻ, അമേരിക്ക ഇസ്രായേൽ താവളങ്ങളും കട്ടക്ക് പുറത്തെന്ന് പറയാൻ ഇന്നും കുവൈറ്റിലും ഈ പറഞ്ഞ രാജ്യങ്ങളിലും
യഥാർത്ഥത്തിൽ അവർക്ക് പോലും നിയന്ത്രണമില്ലാത്തതിൽ അമേരിക്ക അവിടെ വന്നിട്ട് യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുകയാണ്. ഞങ്ങളുടെ രാജ്യത്ത് കടക്ക് എന്ന് പറയാൻ ധൈര്യമുള്ള, ഇസ്ലാമിന്റെ ആ ധീരതയുള്ള, ഇസ്ലാമിന്റെ ജിഹാദി ബോധമുള്ള, ഇസ്ലാമിന്റെ സമരബോധമുള്ള ഒരു നേതൃത്വമാണ് മുസ്ലിം നാടുകൾ ഉണ്ടായിട്ട്. എന്നിട്ട് ആ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ, ഒരു ഇറാൻ ചെറുത്തു നിന്നപ്പോൾ ഇത്രയേറെ സാധിക്കുന്നുവെങ്കിൽ, ഒന്നുമില്ലാത്ത ഫലസ്തീൻ സ്വന്തം നെഞ്ചകം കൊണ്ട് യുദ്ധം ചെയ്തിട്ട് ഇന്നും തോൽപ്പിക്കാൻ കഴിയാത്ത ശക്തിയെ ഹമാസ് ഫലസ്തീനിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, നഷ്ടങ്ങൾ ഏത് പറ്റിയിട്ടും ലെബനോൺ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, മുസ്ലിം രാജ്യങ്ങൾ എങ്ങാനും ഈ സമകാലിക പരിസരത്ത് നിന്നുകൊണ്ട്, ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് വിശാല ഇസ്ലാമിക് കൂട്ടായ്മ, വിശാല ഇസ്ലാമിക സമൂഹത്തിന്റെ സംഘശക്തി ഒരുമിച്ച് നിന്ന് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചോടെ അറഫയിൽ നിന്നതുപോലെ, മുസ്ദലിഫിൽ കിടന്നതുപോലെ, മിനായുടെ തമ്പിൽ നിന്നതുപോലെ, അറഫ നോമ്പ് നോറ്റതുപോലെ അറഫയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആന്റി അറഫ, ആന്റി ഇസ്ലാം ടീമിനെതിരിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പുതിയ സമര മുന്നണി ഇറാൻ നിന്നതുപോലെ സൗദി അറേബ്യ നിന്നിരുന്നെങ്കിൽ, തുർക്കി നിന്നിരുന്നെങ്കിൽ, സൗദി അറേബ്യയുടെ കൂടെ തുർക്കിയുടെ കൂടെ ഈ അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ അമേരിക്കയും ഇസ്രയേലും കെട്ടുകെട്ടും. അതാണല്ലോ പുതിയ കാലം നമ്മൾ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുസ്ലിം ലോകത്തിന് ഈ ഹജ്ജിന്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിന്റെ ഈ അറഫയുടെ സമകാലിക വായന, ഇസ്ലാമിക ലോകത്ത് നഷ്ടപ്പെടുന്നതിന്റെ ദുഃഖമാണ് ഇന്ന് മുസ്ലിം ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും പരിശുദ്ധമായ ഹജ്ജ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ മുഹറത്തിന്റെ നാളിൽ, മുഹറത്തിനെ പഠിപ്പിക്കുന്നത് ഫറോവയെ ചെങ്കടലിൽ മുക്കിക്കാറ്റാറ്റേന്ന്, അങ്ങനെ ഫറോവയുടെ ഏറ്റുമുട്ടിയ ചരിത്രമാണ് ഇസ്ലാമിൻ്റെത്. അതുകൊണ്ട് സാക്ഷാൽ അമവി ഖിലാഫത്തിന്റെ തെമ്മാടിക്കൂട്ടങ്ങളെ മഹാനായ ഹുസൈൻ ഇബ്നു അലി കർബലയിൽ ചോദ്യം ചെയ്തതുപോലെ സമകാലിക ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച്, ഇസ്സത്ത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ലോക മുസ്ലിങ്ങൾക്ക് കഴിയണം, ഇന്ത്യ മുസ്ലിങ്ങൾക്ക് കഴിയണം. മുസ്ലിം ഇന്ത്യയും ആ പശ്ചാത്തലത്തിലുള്ളത്. ഈ പറയുന്നത് ഏതോ അറബ് രാജ്യങ്ങൾക്ക് മാത്രമല്ല, നമുക്കും ബാധക. ഇന്ത്യക്കകത്ത് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാത്ത, ബലി പാടില്ല, ബലികർമ്മം പാടില്ല, ബലി ആചരിക്കാൻ പാടില്ല, പശുവിനെയോ മൃഗങ്ങളെയോ അറക്കാൻ, ആടിനെയും അറക്കാൻ പാടില്ല. അങ്ങനെ ബലി അവസാനിച്ച് പെരുന്നാൾ മതി എന്നർത്ഥത്തിൽ മുസ്ലിം പെരുന്നാളിനെ മുസ്ലിങ്ങളുടെ പെരുന്നാൾ ദുർനാളാക്കി മാറ്റുന്ന ഈദ് മുസ്സല്ലയെ തടയുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ബാധകമാണ്. അതുകൊണ്ട് ചുരുക്കി പറയട്ടെ, ഇസ്ലാമിക ലോകം പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് ആത്മാഭിമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറാകുമ്പോൾ അവിടെയാണ് ഇസ്ലാമിക സമൂഹം വിജയിക്കാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്ത് മുസ്ലിമയ്ക്ക് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മത്ത് മുസ്ലിമയ്ക്ക് ശക്തിയും കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.